നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂവി അപ്ഡേറ്റ്സും സിനിമാ താരങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സെല്ലുലോയിഡിന്റെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡയറക്ടറായിട്ടുള്ള വിഷ്ണു വിനയാണ്. കഴിഞ്ഞ സെല്ലുലോയിഡിന്റെ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ആനന്ദ് ശ്രീബാലയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിഷ്ണു വിനയ് നമ്മളോടൊപ്പം ചേരുന്നത് മറ്റു ചില വിശേഷങ്ങളുമായിട്ടാണ്. എന്തായാലും ഒരു വെറ്ററൻ ഡയറക്ടറുടെ മകനായതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കിനോടുള്ള ഒരു കമ്പാരിസൺ എപ്പോഴെങ്കിലും പേടിയുണ്ടായിരുന്നോ? പ്രേക്ഷകർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്? അച്ഛൻ്റെ കമ്പാരിസണോട് പേടിയുണ്ടായിരുന്നു. അതായത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും ഇല്ലയോ എന്നുള്ളത് ഞാൻ പേടിച്ചു പോയാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ സിനിമയെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ ഇതെങ്ങനെ കാണുന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം അച്ഛൻ ചിലപ്പോൾ അച്ഛൻ്റെ പേഴ്സണൽ ഫിലിമുകൾക്ക് ചിലപ്പോൾ പോലും അത്രയും ബെഞ്ച് മാർക്ക് വയ്ക്കില്ല. പക്ഷെ അച്ഛൻ എൻ്റെ സിനിമയ്ക്ക് ഭയങ്കര ഹൈ ബെഞ്ച് മാർക്കാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എഡിറ്റ് കണ്ട് സെക്കൻഡ് എഡിറ്റ് കണ്ട് എപ്പോഴും ഒരു പോയിന്റിൽ അച്ഛൻ ഇതിനോട് കുഴപ്പമില്ലടാ എന്ന് പറയുമായിരുന്നു. ഇത് കുഴപ്പമില്ല നിനക്ക് കാണിക്കാം. പക്ഷേ അച്ഛനെ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എളുപ്പമല്ല. അച്ഛൻ വളരെ എന്താ പറയുക, നമ്മളെ ഒരുപാട് പുഷ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സിനിമയിൽ ഒരു സീൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇത് മതി എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു പുഷ് ഞാൻ എൻ്റെ ഇനിയും അങ്ങോട്ടത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം അത്തരം ആളുകൾ നമ്മുടെ ചുറ്റിലുള്ളപ്പോഴാണ് നമുക്ക് ഒരുപാട് മുന്നോട്ടും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തോന്നുന്നത്. അതെൻ്റെ അച്ഛനായതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രേക്ഷകർ എങ്ങനെ വിനയൻ്റെ മകനാണ്, അയാളുടെ സിനിമ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചിന്ത സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നീട് എൻ്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അതിനു മുമ്പ് എനിക്ക് സെറ്റിൽ പോയി നിന്ന് സെറ്റ് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് അത്തരം പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാനും അഭിലാഷും മുന്നോട്ട് വയ്ക്കുന്ന കഥ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ തൊട്ട് ഇതുവരെ ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ലത് എന്നുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ലെഗസിയോടും നീതി പുലർത്താൻ പറ്റിയെന്ന് തോന്നുന്നു. പ്രേക്ഷകരോടും കുറച്ചെങ്കിലും നീതി പുലർത്താൻ പറ്റിയെന്ന് തോന്നുന്നു. സൂപ്പർ. അപ്പം സിനിമ സ്ക്രീനിൽ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണാനായിട്ട് വിനയൻ സർ വന്നിട്ടുണ്ടായിരുന്നോ? അതോ? ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം അല്ലായിരുന്നു. കാരണം ഞാൻ പ്രൊമോഷന് വേണ്ടി പോയിരിക്കായിരുന്നു. എൻ്റെ വൈഫും അമ്മയും ഞങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട് അച്ഛൻ എറണാകുളത്ത് പോയി കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പി. ആൾക്കാർ നല്ലപോലെ അത് റിസീവ് ചെയ്യുന്നുണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. എന്തായിരുന്നു സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹം പങ്കുവച്ച ആദ്യത്തെ ഒരു ഫീഡ്ബാക്ക്? സിനിമ അല്ലാതെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് കട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻഹൗസ് പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പം ആദ്യം കണ്ട ഒരു അഭിപ്രായത്തിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായം കൂടിയേ വന്നിട്ടുള്ളൂ. പ്രേക്ഷകരോട് ഇരുന്ന് കണ്ടപ്പോഴാണ് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ കൊള്ളാടാ, അതുവരെ അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററിലിരുന്ന് പബ്ലിക്കിൻ്റെ കൂടെ കണ്ടപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം പബ്ലിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനാണോ അപ്പം ആദ്യ ഗുരുവും അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ക്രിറ്റിസിസംസ് തരുന്നതും? കാരണം ഞാൻ സിനിമയിൽ ഈ പറഞ്ഞ കണക്ക് വേറെ ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആക്സസ് ഉണ്ടായിരുന്നല്ലോ. എനിക്കെല്ലാം കണ്ടു നോക്കി പഠിക്കാൻ പറ്റി. അപ്പം എനിക്കല്ലാതെ വേറെ ഗുരുസ്ഥാനീയരായിട്ട് ആരുമില്ല. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഞാൻ ഗുരുസ്ഥാനീയരായിട്ട് കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അച്ഛൻ്റെ കൂടെ തന്നെ അന്നാണ് പഠിച്ചിട്ടുള്ളത്, എല്ലാം പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ 19 വയസ്സിലാണ് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചേട്ടനൊരു കഥ ഒരുക്കുന്നത്. പിന്നീട് ഇപ്പം ഹിസ്റ്ററി ഓഫ് ജോയ്, അതുപോലെ തന്നെ ആകാശഗംഗ 2, ഇതിനകത്തൊക്കെ നമ്മൾ ഹീറോ ആയിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഡയറക്ടറാണ്. ഇതിലേത് ജോബ് റോളാണ് ചേട്ടൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ആക്ടിങ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും എൻജോയ് ചെയ്യുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഹിസ്റ്ററി ഓഫ് ജോയിൽ ചില മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ആക്ടിങ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ. ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആക്ടിങ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് തഴക്കം വരേണ്ട ഒരു കാര്യമാണ്. ഡിറക്ഷൻ എനിക്ക് തോന്നുന്നു നമുക്കല്ലാതെ എക്സസൈസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ആക്ടിങ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ സിനിമയിൽ വരാൻ നേരത്തെ നമ്മൾ എങ്ങനെയാണിത് ചെയ്ത് നമുക്ക് മാക്സിമം ഫലപ്രദമാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കൊന്ന് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്ടേഴ്സും എല്ലാവരും അങ്ങനെ ചെയ്ത് വന്നവരാണ് ഇന്നത്തെ നമ്മുടെ ലെജൻഡായിട്ടുള്ള ആക്ടേഴ്സ്. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് തേടിപ്പോണം, കിട്ടണം. എന്നാലായിരിക്കും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ ഞാനൊരു നല്ല നടനാണ്. പക്ഷെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള, എനിക്ക് എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള
എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ഈ സിനിമ ചെയ്തത് എത്ര നല്ലതാണ് മികച്ചതാണെന്ന് എനിക്കറിയില്ല. ഈ ഒപ്പീനിയൻസ് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് അടുത്ത സിനിമ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, അത് ഇതിലും ബെറ്റർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പം മനസ്സിലുള്ളത്. അതാണ് എൻ്റെ പ്രൈമറി ഇത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പം വിനയൻ സാറിന്റെ മകൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ ഏറ്റവും കേട്ട് തഴക്കവും പഴക്കവും വന്ന ചോദ്യമായിരിക്കും ഇത്. അച്ഛന്റെ ഡയറക്ട് ചെയ്തതിൽ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ? എനിക്കത് പല സമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് അത്ഭുതദ്വീപായിരുന്നു ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. കാരണം അത്ഭുതദ്വീപിലെ ഐഡിയ കണക്കൊരു ഐഡിയ വളരെ റെയർ ആയിട്ടായിരിക്കും ഒരു ഫിലിം മേക്കറിൻ്റെ. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ആ സിനിമ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. പിന്നെ എനിക്ക് എല്ലാ കാലത്തും ഇഷ്ടമുള്ള സിനിമകളാണ് കല്യാണ സൗഗന്ധികവും ശിപ്പായിലാണ്. കല്യാണ സൗഗന്ധികത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ദിലീപന്റെ കാലമായിട്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ സിനിമ. അതാണ് ആദ്യത്തെ സിനിമ. പിന്നെ ദിലീപന്റെ കുട്ടിക്കാലമായിട്ട് അച്ഛൻ്റെ വേറൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അനുരാഗ കൊട്ടാരം. അത് ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നതാണ്. വേറെ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിച്ച് തന്നെ അല്ലായിരുന്നെങ്കിൽ. അന്ന് പക്ഷേ ഇതിനോടുള്ള താല്പര്യം വെച്ച് അഭിനയിക്കുന്നത് അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല അങ്ങനെ. അതായത് ഇപ്പം ഞാൻ 3rd-ലും 4th-ലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് കാണാൻ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രസത്തിൽ നിൽക്കുന്ന അങ്ങനെ എനിക്ക് പിന്നെ കരുമാടിക്കുട്ടൻ ഇഷ്ടമാണ്. കരുമാടിക്കുട്ടൻ എനിക്ക് തോന്നുന്നൊരു വളരെ റെയർ പീസ് ഓഫ് സിനിമയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഭയങ്കര കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റ്സിലൊന്നായിരുന്നു. ഞാൻ അച്ഛൻ്റെ സിനിമകൾ ആകാശഗംഗ ഫസ്റ്റ് പാർട്ട് പോയി കാണുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ആരവം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആരവമായിരുന്നു മണിച്ചേട്ടൻ നായകനായി വന്ന് കരുമാടിക്കുട്ടൻ തിയേറ്ററിൽ കണ്ടപ്പോൾ. കാരണം കയ്യടിയായിരുന്നു. നമ്മളൊരു മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഫിലിം കാണുന്ന ആൾക്കാരായിരുന്നു കരുമാടിക്കുട്ടൻ. ഞാനിപ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് എൻ്റെ അച്ഛൻ്റെ സിനിമ ഇത്രയും ആൾക്കാരെ ഓരോ സീനിലും കയ്യടിയാണ്. മറ്റേ കൈകൊട്ട് പെണ്ണെ പാട്ട് വരുമ്പോൾ എൻറ്റയർ തിയേറ്റർ കൈകൊട്ടിക്കൊണ്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ് കരുമാടിക്കുട്ടൻ. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പണി എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള രമേശ് ഗിരിജയാണ്. രമേശ് ഗിരിജ, ഈ പേരിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പേര്. കാരണം എപ്പോഴും നമ്മളിപ്പോൾ എൻ്റെ പേര് മീനാക്ഷി സുധീർ, ഓരോരുത്തർ പേരുകൾ വെക്കുമ്പോൾ അച്ഛൻ്റെ പേര് ചേർത്തിട്ടാണ് വെക്കുക. അമ്മയാണോ ഗിരിജ? അതെ, അമ്മയുടെ പേരാണ്. എന്താ അങ്ങനെ അമ്മയുടെ പേരിന്റെ കൂടെ വെക്കാനായിട്ടുള്ളൊരു കാരണം തന്നെ എല്ലാവരും അച്ഛൻ്റെ പേരാണല്ലോ വെക്കാറ്. അമ്മയുടെ പേര് വെച്ചു. പണിയിലൂടെയാണ് ഇപ്പം ചേട്ടൻ കുറച്ചും കൂടെ ഒരു പ്രേക്ഷക ശ്രദ്ധ നേടുന്ന ഒരു ക്യാരക്ടർ ചെയ്തത് പണിയിലാണ്. അപ്പം സുനിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സുനിയിലേക്ക് എത്തിയത് ജോജു ചേട്ടൻ ഒരു 2022 ഇറങ്ങിയ പീസ് എന്ന് പറഞ്ഞ സിനിമ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് എഴുതിയത്. എൻ്റെ കൊറേറ്ററാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് ജോജു ചേട്ടനായിട്ടുള്ള പരിചയം. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ജോജു ചേട്ടൻ്റെ 1-2 തിരക്കഥകൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു കഥ പറയാൻ വേണ്ടി ചെന്ന സമയത്താണ് ജോജു ചേട്ടൻ എന്നെ കാണുകയും ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, എന്താണ്, അതായത് നല്ലൊരു കഥാപാത്രമാണ്. കുറച്ച് നേരമാണ് സ്ക്രീനിൽ അങ്ങനെ ലൈക്ക് മുഴുനീളം അല്ലെങ്കിലും കുറച്ച് നേരം ഉള്ളൊരു കഥാപാത്രമാണ്. ആൻഡ് പ്രേക്ഷകര് വളരെയധികം ശ്രദ്ധിച്ച ഒരു ക്യാരക്ടർ കൂടിയിട്ടാണ് സുനി എന്ന് പറയുന്നത്. എന്തായിരുന്നു ലൈക്ക് പൊതുവെ ഓഡിയൻസിനെ ചേട്ടനെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ ഒരു പ്രതികരണം? അത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം വർക്കാവുന്നു. പക്ഷെ ഒരുപാട് പേര് കണ്ടവരെല്ലാവരും തന്നെ ഈ കഥാപാത്രത്തിനെ നോട്ട് ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഒരു പുതിയ നടൻ എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ഇപ്പം റൈറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാള് അധികമായിട്ട് ഇങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പം സുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടൻ അപ്പം മുൻപ് ഇതുവരെ സിനിമയിലേക്ക് അങ്ങനെ ഒരു മുഖം കാണിച്ച് ഒരു മുന്നിലേക്ക് വരാഞ്ഞത്? ഞാൻ അഭിനയം എൻ്റെ ഒരു മേഖലയായിരുന്നില്ല. ഞാൻ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ സിനിമയിലേക്ക് വരുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരാണ് ഒരുമിച്ച് സിനിമയിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവൻ കുറേ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിംസിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നത് അവനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പടത്തിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത പീസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ ഞാനൊരു ക്യാരക്ടർ റോൾ ചെയ്തിരുന്നു. അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് ഉള്ള ക്യാരക്ടറായിരുന്നു. പക്ഷെ ആ സിനിമ വേണ്ട രീതിയിൽ ഹിറ്റാവാത്തതുകൊണ്ട് അതാരും അറിഞ്ഞില്ല. ഇപ്പൊ പണിയുടെ ഈ ഒരു സക്സസിൽ എന്താണ് ചേട്ടന് തോന്നുന്നത്? ലൈക്ക് യു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു വിജയ സിനിമയുടെ ഭാഗമാവാന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. ഞങ്ങൾ അതിനകത്ത് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ ആ ഒരു സിനിമയുടെ ആദ്യ അവസാനം മുതലുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും ഭാഗമായി കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ജോജു ചേട്ടനാണ് സംവിധായകൻ. അപ്പോൾ വലിയൊരു നടനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ആക്ടേഴ്സിനെ അഭിനയിപ്പിക്കുന്നതും ഡയറക്ഷൻ
ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വലിയൊരു സ്കൂളാണ് ജോയി ചേട്ടൻ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇത്രയും നാളും ഒരു ആക്ടർ എന്ന രീതിയിലുള്ള ജോയി ചേട്ടനെയാണ്. അപ്പൊ ജോയി ചേട്ടന്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭമാണ് പണി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സംവിധായകന്റെ കഴിവ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ചേട്ടൻ. ചേട്ടന് ആക്ഷനും കട്ടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം ജോജോ ജോർജ് എന്നൊരു ഡയറക്ടറെ പറ്റി. ജോയി ചേട്ടൻ ഒരു എന്താ പറയാ, ഒരു ജീനിയസ് ആണ് ശരിക്കും. അത് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പണി എന്ന് പറഞ്ഞ മൂവി A to Z ജോയി ചേട്ടൻ്റെ സിനിമയാണ്. എന്താ എല്ലാം ജോയി ചേട്ടൻ്റെയാണ്. ഞങ്ങളെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജോയി ചേട്ടൻ്റെ ഒരു 28 വർഷത്തെ എക്സ്പീരിയൻസ്, സിനിമയിലുള്ള എക്സ്പീരിയൻസ്, എനിക്ക് തോന്നുന്നു ജോയി ചേട്ടൻ 28 വർഷം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ കാണുകയും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ് ജോയി ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വലിയൊരു അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കര മനോഹരമായൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതിനുശേഷം തന്നെ മൂവി കഴിഞ്ഞിട്ടും ഇപ്പോൾ ഡബ്ബിങ്ങിലായാലും ജോയിച്ചൻ്റെ കൂടെ മൊത്തത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഈ ഒരു 28 വർഷത്തെ കണക്ക് പറയുമ്പോൾ നമ്മൾ എടുത്ത അദ്ദേഹത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയും ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റിയും, അതായത് സിനിമയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ആ ഒരു മനസ്സിനെ നമ്മൾ എടുത്ത് അഭിനന്ദിച്ചേ മതിയാവും. കാരണം പട്ടാളം എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെ, ചെറിയ വേഷത്തിൽ ബാക്ക് സ്ക്രീനിലൊക്കെ അല്ലെ ബിഹൈൻഡിലൊക്കെ അദ്ദേഹം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്ന് അദ്ദേഹം ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറായി, ഡയറക്ടറായി. അപ്പം ഗുഡ് ടു വാച്ച് അതൊക്കെ കാണുമ്പോൾ. അപ്പം അതൊക്കെ എത്രത്തോളം ചേട്ടൻ്റെ ഒരു പ്രചോദനം ആകുന്നുണ്ട്? ഞാൻ മലയാളത്തിൽ പഠിച്ച് റിസർച്ചൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ അക്കാഡമിക്സ് ഒക്കെ വിട്ടിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയപ്പെടുന്നത്, ഇപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് 5-8 വർഷമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഭയങ്കര പാടാണ് സിനിമയിൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് പിന്നെ ചിലതൊക്കെ സംഭവിക്കുകയാണ് പലപ്പോഴും. അത് സിനിമയിൽ സംഭവിക്കാറാണ് പതിവ്. നമ്മൾ വിചാരിക്കണ മാതിരി ആയിരിക്കില്ല ചിലപ്പോൾ. എന്നെ സംബന്ധിച്ച് ഇത് സംഭവിച്ചൊരു കാര്യമാണ്. എന്തായിരുന്നു സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ചേട്ടൻ പഠിക്കുകയായിരുന്നോ അതോ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ പഠിക്കാനായിരുന്നു. ഞാൻ മലയാളമാണ് പഠിച്ചതൊക്കെ. ഡിഗ്രി ആലുവ UC കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കാലടി സംസ്കൃത സർവകലാശാലയിലാണ് PG ചെയ്തത്. ആ സമയം മുതൽ ഇപ്പോൾ തിയേറ്റർ ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, വിജിലേഷ്, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ജൂനിയറും സീനിയറായിട്ടൊക്കെ കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ തിയേറ്റർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, നാടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലാമേഖലയിലുള്ളൊരു അടുപ്പം അവിടെ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അലിഗഡിൽ PhDക്ക് ചെന്ന സമയത്താണ് എൻ്റെ മാഷിൻ്റെ മകൻ സഫർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതിന് ശേഷമാണ് സിനിമ സീരിയസ് ആയിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ട് ഇറങ്ങിയത്. ആ സമയത്ത് അലിഗഡ് മുതൽ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ പഠനം പാതി വഴി മതിയാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് സിനിമയിൽ സജീവമാകുന്നൊരു സ്ക്രിപ്റ്റ്, പീസ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിലേക്ക് എഴുതാനാണ് ആദ്യം വിളിച്ചത്. അങ്ങനെയാണ് സിനിമയായിട്ട് നേരിട്ട് കണക്ഷൻ കിട്ടുന്നത്. പിന്നെ മൊത്തത്തിൽ ഇതിനകത്ത് തന്നെയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പം ചേട്ടന്റെ ഒരു സക്സസ് ജേർണി നമുക്ക് ഇനി എടുത്ത് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒരു സാധാരണക്കാരന്റെ സിനിമാ സ്വപ്നം സത്യമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം സിനിമ സ്വപ്നം കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഞാനൊരു പ്രചോദനമാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും പുറത്തുള്ള ആളുകൾക്ക് മൂവീസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം റൈറ്റർ കൂടിയാണ് എന്ന് പറഞ്ഞല്ലോ, എങ്ങനത്തെ ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇഷ്ടം? അങ്ങനെ ഒരു ജോണർ ഇല്ല. കാരണം നമ്മൾ എല്ലാ ടൈപ്പ് ജോണറും ചെയ്യണമെന്നാണ്. അങ്ങനെ സിനിമ ചെയ്യണമെന്നാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന സിനിമയുടെ സ്വഭാവം ജോണറൊക്കെ മാറും. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തൊരു കോമഡി സറ്റയർ പടമാണ് പീസ് എന്ന് പറഞ്ഞത്. ഇനി സമീപിക്കുന്ന ഞങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം സുനി എന്ന് പറയുന്നത് അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സുനീന്റെ ഒരു ഇൻട്രസ്റ്റ് തിയേറ്ററിൽ അത്യാവശ്യം ചിരി പടർത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം ആസ് എൻ ആക്ടർ, ഒരു തിയേറ്ററൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. അപ്പം എങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് ചെയ്യാനായിട്ടാണ് ഇഷ്ടം? ലൈക്ക് ഹ്യൂമറസ് റോൾസ് ചെയ്യാനാണോ അതോ ഇതേപോലെ ഗുണ്ട റോൾസ് ചെയ്യാനാണോ? ഞാൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് വരുന്ന പരിപാടികൾ നമുക്ക് പറ്റിയതാണെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. അല്ല, ചേട്ടന് നന്നായിട്ട് സ്യൂട്ട് ആകും എന്നിപ്പം അഭിനയം കണ്ടതും അല്ലെങ്കിൽ ചേട്ടൻ്റെ നാടകം കണ്ടവരൊക്കെ പറഞ്ഞിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ല ഇതുവരെ? ഇപ്പൊ ജോയി ചേട്ടൻ എന്നെ പണിയിൽ കാസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു ഗുണ്ട ക്യാരക്ടറാണ് തന്നത്. പക്ഷെ ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളൊന്നുമല്ല. ഇപ്പൊ ജോയി ചേട്ടൻ എൻ്റെ ഒരു ഫിസിക് കണ്ടിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. പുള്ളിക്ക് ഇതുപോലത്തെ ഒരു ശരീരമുള്ള ആൾ വേണമായിരുന്നു. ഒരു ചെറിയൊരാൾ വന്നിട്ട് കുറച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ചെറിയൊരു മനുഷ്യൻ വേണമായിരുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്തത്. പിന്നെ
വില്ലൻ എന്ന് പറയുന്നത് അത് നമ്മൾ അതൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് പെർഫോമൻസ് ഉള്ളത് നമ്മൾ ആ സമയത്ത് ആയിത്തീരുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഇനി എന്നെ വിളിക്കുന്നത് ചിലപ്പോൾ ഇതുപോലത്തെ ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ ആളുകൾ വിളിക്കുക. പക്ഷെ ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഇപ്പോൾ ഒരു സംവിധായകൻ്റെ ഡിസൈനാണ് ഒരു ക്യാരക്ടർ. അപ്പോൾ ഒരു സംവിധായകൻ എന്നെ ആവശ്യം വരുമ്പോഴാണ് പുള്ളി വിളിക്കുക. അപ്പോൾ പുള്ളിക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നത് എന്തും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. ഇപ്പം ആ കരിക്ക് വെട്ടണ സീൻ അത് ആ ഒരു ശരിക്കും എന്താ പറയാ തെങ്ങ് കയറുന്ന ആൾക്കാർ വെട്ടുന്ന രീതിയിൽ തന്നെ അത്ര പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് തോന്നണമല്ലോ. അപ്പം പക്ഷെ അത് മുൻപരിച്ചുള്ള ആളുമല്ല. എത്ര റീടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യാനെ പറ്റിയിട്ടൊന്ന് പറയോ? ആ സീനിൽ റീടേക്ക് ഉണ്ട്. പക്ഷേ ആ കരിക്ക് വെട്ടുന്ന ഒരു കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ജോജി ചേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്ത സമയം തന്നെ അടുത്ത് പറഞ്ഞു, രമേശ് ഇങ്ങനെ ചില സീനുകളുണ്ട്, അത് എളുപ്പമല്ല ചെയ്യാനായിട്ട്, അപ്പം ഇതിന് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ ആ ഷൂട്ട് നടന്ന ലൊക്കേഷനിൽ തന്നെ പോയിട്ട് 1-2-3 ആഴ്ച മുമ്പൊക്കെ പോയിട്ട് അവിടെ നിന്ന് തന്നെ സൈക്കിൾ ചവിട്ടി ഈ വാള് പുറത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഡെയിലിയൊക്കെ തന്നെ റൂമിലേക്ക് ആയാലും പോലും എനിക്ക് ആ ഷൂട്ടിന് മുമ്പ് ഒരു 10-200 കരിക്ക് ഞാൻ വെട്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ എത്രയെങ്കിലും വെട്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ പറ്റില്ല, കാരണം അത് എളുപ്പമല്ല അത്. പിന്നെ ആ കത്തി ഒരു വാളാണല്ലോ, അപ്പൊ അത് പ്രത്യേക രീതിയിൽ വെട്ടിയില്ലെങ്കിൽ ഈ തേങ്ങയുടെ അകത്ത് കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് പഠിച്ചു. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്, എന്തായിരുന്നു ആ സുനിയാകാനായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന്. അതുണ്ടായിരുന്നു. ലൈക് ചെറിയ റോളാണെങ്കിലും അതിന് പുറകിൽ ഇത്രയും വലിയ കഥയുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പൊ ആ ഒരു എഫേർട്ടിന് ഹാൻഡ്സ് ഓഫ്. അപ്പം എന്തായാലും ഒരുപാട് നല്ല പ്രോജക്ട്സ് ഇനി ചേട്ടന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.